നമസ്കാരം. എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോ എല്ലാ വർഷവും ഈ പാവപ്പെട്ട ആളുകൾ, താഴെ പ്രദേശത്തുള്ള ആളുകൾ ഇങ്ങനെ ഈ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊരു ശാശ്വത പരിഹാരത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. കാരണം സർക്കാർ തീരുമാനിക്കും. റോഷി അഗസ്റ്റിൻ തീരുമാനിക്കണം, മന്ത്രി പ്രസാദ് തീരുമാനിക്കണം. അവരൊക്കെ ചെയ്യണമെന്ന് മനസ്സ് വന്നാലും അവരുടെ മേൽ മന്ത്രി, അതായത് മുഖ്യമന്ത്രി, അദ്ദേഹം സംസ്ഥാന സർക്കാർ വേറെ, സംസ്ഥാന സർക്കാർ ഇത് തൊടാവൂ, മറ്റവർ തൊടാൻ പാടില്ല. ഈ ഇത് നിയമത്തിന് അടിസ്ഥാനപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ഒരു കേന്ദ്ര വകുപ്പാണ്. അത് അനുശാസിക്കുന്ന നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതതിൻ്റെ വഴിയല്ല. സാർ കുട്ടനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് 2 ദിവസമായിട്ട് ഈ ഇവിടുത്തെ മുഴുവൻ വെള്ളമൊഴുക്ക് സംവിധാനങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പദ്ധതി തയ്യാറാക്കി സർക്കാരിന് കൊടുക്കുന്നു. സർക്കാർ 26-ൽ എൻ്റെ സർക്കാരാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് നടന്നിരിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. അല്ലാതെ വേറെ ആരുടെയെങ്കിലും സർക്കാരിനെ കൊണ്ട് ഇത് ചെയ്യിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാട്ടുകാർക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എനിക്കെങ്ങനെ പറ്റും? നാട്ടുകാരെ ബുദ്ധിമുട്ടാണ്. ഇതുപോലെ സംസാരിക്കാൻ ഞങ്ങൾക്ക് ഞാൻ അവിടെയും പറയുന്നത്, നിങ്ങൾ എന്നോട് സംസാരിച്ചിട്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഒരു ചെയ്യാനുള്ള പവറിൽ ഞാൻ നോക്കിയിട്ട് നോക്കാൻ പോലും സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് സ്റ്റേറ്റിന്റെ കാര്യമാണ്, സ്റ്റേറ്റാണ് ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ അദ്ദേഹത്തോട് അപേക്ഷിക്കാൻ പ്രീ മൺസൂൺ പ്രോസസ്സിംഗ്, ക്ലീനിങ്, ഫെസിലിറ്റേഷൻ ഇത് ഉണ്ടാവണമെന്ന് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടതാണ്. അതിന് വേണ്ടുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പക്ഷേ ഇപ്പം വിവിധ പ്രദേശങ്ങളിലായിട്ട് ഈ പ്രശ്നം അതിരൂക്ഷമായി. നമുക്ക് ഇനിയും ശരിക്കുള്ള മൺസൂൺ ഇനിയും വന്നിട്ടില്ല. കർക്കിടക മാസം കുറച്ച് ദിവസങ്ങൾക്കപ്പുറമാണ്, അല്ലേ? 25 ദിവസങ്ങൾക്കപ്പുറമാണ്. അപ്പോൾ അത് നമ്മളെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതും കൂടി കണക്കാക്കി ഇപ്പോഴെങ്കിലും ആ ചർച്ചയ്ക്കുള്ള മീറ്റിംഗ് വിളിച്ചാൽ, ഞാനതിന് ശ്രമിച്ചു, നടന്നിട്ടില്ല. അദ്ദേഹത്തിനോട് ഒന്നുകൂടി ആവശ്യപ്പെടുന്നു, കളക്ടർ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ അതിൽ ഈ പ്രദേശങ്ങളുടെ എല്ലാ MLA-മാരും ഈ വെള്ളമൊഴുക്കുള്ള വാർഡുകളുടെ എല്ലാ മെമ്പർമാരും എല്ലാവരും കൂടെ വന്നിരുന്ന സമാനമായ ഒരു പദ്ധതിക്ക് ഒരു ആലോചന ഇപ്പോൾ നടത്തി അടുത്ത വർഷത്തെ മഴക്കാലത്തിന് മുമ്പെങ്കിലും ഇത് ചെയ്തെടുക്കാൻ അതിൽ ഏത് രീതിയിൽ സഹകരിക്കണോ സഹകരിക്കാൻ തയ്യാറാണ്. ഒരു MP എന്ന നിലയ്ക്ക് മാത്രമേ എനിക്ക് സഹകരിക്കാൻ പറ്റൂ. കേന്ദ്രത്തിലെ ഒരു വകുപ്പിൻ്റെയും നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്ന് ചേർക്കുന്നതിന് ഈ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് സാധ്യമാകുക എന്ന് സത്യത്തിൽ എനിക്കറിയില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് അവർ പറയട്ടെ. ഇപ്പോൾ ഈ ഒരൊറ്റ സ്പില്ലിനെ സംബന്ധിച്ച്, ഈ ബണ്ടിനെ സംബന്ധിച്ച്, ഈ ബണ്ട് ചെളി വെച്ച് നിർമ്മിക്കുന്ന സമ്പ്രദായത്തോട് എനിക്ക് യോജിപ്പില്ല. അത് വലിയ തട്ടിപ്പാണ്, വലിയ അഴിമതിക്കും. അത് കേരളത്തിലെ മുഴുവൻ ബണ്ടുകളും അങ്ങനെ തന്നെയാണ്, അഴിമതി കൂമ്പാരങ്ങളാണ്. ഓരോ വർഷവും പണം ചെലവാക്കാനും അതിനകത്ത് നിന്ന് അടിച്ചു മാറ്റാനുമുള്ള സമ്പ്രദായമാണ്. അപ്പോൾ പെർമനൻ്റ് ആയിട്ടൊരു സ്ട്രക്ചർ വയ്ക്കുന്നത് കൊണ്ട് ദോഷം കൂടുമോ, അതോ അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമോ? അങ്ങനെയുള്ള ഇടങ്ങളിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ നാട്ടുകാർ പറയുന്നത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാം. തൊട്ട് മേലെയുള്ള ഒരു സ്പില്ലാണ്, സ്ലൂസ് ബ്രിഡ്ജ് പോലത്തെ ഒരു സ്പിൽവേക്കാണ് അവർ പറയുന്നത്. അതിന് 46 ലക്ഷം രൂപയ്ക്ക് ടെൻഡറായി എന്ന് പറയുന്നു. ആ ടെൻഡർ ആയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പണി തുടങ്ങിയില്ല? കാശില്ലാത്തതാണ് പ്രശ്നമെങ്കിൽ MP ഫണ്ടിൽ നിന്ന് ആ 46 ലക്ഷവും അല്ലെങ്കിൽ 50 ലക്ഷവും കൊടുക്കാൻ തയ്യാറാണ്. ഈ മഴക്കാലം കഴിയുമ്പോൾ അവർ പണി തുടങ്ങുമോ എന്നുള്ളത് പറയട്ടെ.